നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലെ എൻ്റെ പ്രതിപാദ്യ വിഷയം പഞ്ചവാദ്യം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണ് പഞ്ചവാദ്യം. പഞ്ചവാദ്യം കാണാത്തവരായും കേൾക്കാത്തവരായും ആരും തന്നെ ഉണ്ടാവില്ല. ക്ഷേത്രങ്ങളിലെ കലശാഭിഷേകങ്ങളോടനുബന്ധിച്ചും ആണ് ഈ പഞ്ചവാദ്യം സാധാരണയായി ഉപയോഗിക്കാറ്. എങ്കിൽ പോലും ചില വിശിഷ്ട അതിഥികളെയൊക്കെ ആനയിക്കാൻ നേരത്തും പഞ്ചവാദ്യമൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ 5 വാദ്യങ്ങൾ ചേർന്നുള്ള ഒരു വാദ്യഘോഷമാണ് ഈ പഞ്ചവാദ്യം, അല്ലെങ്കിൽ 5 വാദ്യങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു മേളമാണ് ഈ പഞ്ചവാദ്യം. ഈ പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഉപകരണങ്ങൾ കൊമ്പ്, തിമില, മദ്ദളം, ഇടയ്ക്ക, ചേങ്കില അല്ലെങ്കിൽ ഇലത്താളം. ഈ 5 വാദ്യങ്ങളാണ് പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്നത് എന്നും നമുക്കറിയാം. പക്ഷേ ഇത് പഞ്ചവാദ്യത്തിൽ എത്ര ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ എണ്ണം, ഇതിനൊക്കെ കൃത്യമായ കണക്കുകളുണ്ട്. അതുപോലെ തന്നെ ഓരോ ഉപകരണം വായിക്കുന്നവരും അല്ലെങ്കിൽ ഓരോ വാദ്യം വായിക്കുന്നവരും എങ്ങനെയൊക്കെയാണ് അണിനിരക്കേണ്ടത് എന്നൊക്കെ കൃത്യമായ അതിന് രൂപങ്ങളുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ കണക്കുകളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. പല വാദ്യോപകരണങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ച കൊമ്പ്, തിമില, മദ്ദളം, ഇലത്താളം, ഇടയ്ക്ക എന്നീ 5 വാദ്യോപകരണങ്ങൾ ഒന്നുചേരുന്ന കേരളത്തിന്റെ തനതായ വാദ്യ സംഗീത കലാരൂപമാണ് പഞ്ചവാദ്യം. കലശാഭിഷേകങ്ങളോടനുബന്ധിച്ച് പതിവുള്ള ഒരു അനുഷ്ഠാന വാദ്യമാണ് ഈ പഞ്ചവാദ്യം. ഇതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പഞ്ചവാദ്യത്തിന്റെയും കാലപ്പഴക്കത്തെക്കുറിച്ചും ഉത്ഭവത്തെക്കുറിച്ചും ചില അവ്യക്ത ധാരണകളല്ലാതെ സത്യസ്ഥിതി അറിയാൻ ഇനിയുമായിട്ടില്ല എന്നതാണ് സത്യം. അടിസ്ഥാനപരമായി ഇത് ഒരു ക്ഷേത്രകലാരൂപമാണ്. ഇന്നത്തെ രീതിയിൽ പഞ്ചവാദ്യം ക്രമീകരിച്ചത് തിരുവില്ലോമല വെങ്കിച്ചൻ സ്വാമി, അന്നമനട പീതാംബരമാരാർ, അന്നമനട അച്യുതമാരാർ, അന്നമനട പരമേശ്വരമാരാർ, പട്ടാരത്ത് ശങ്കരമാരാർ തുടങ്ങിയവരാണ്. പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും വാദ്യരീതിയും ചിട്ടപ്പെടുത്തുന്നതിൽ ഇവർ പ്രധാന പങ്കു വഹിച്ചു. ഒരു പഞ്ചവാദ്യത്തിൽ സാധാരണഗതിയിൽ മേളക്കാരുടെ എണ്ണം 40 ആണ്. 11 തിമിലക്കാർ, 5 മദ്ദളം, 2 ഇടയ്ക്ക, 11 കൊമ്പ്, 11 ഇലത്താളം. ഇങ്ങനെയാണ് അതിന്റെ ഉപവിഭജനം. ഓരോ വാദ്യ വിഭാഗത്തിനും കൃത്യമായി സ്ഥാനം നിർണയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തിമിലക്കാരും മദ്ദളക്കാരും 1-ാം നിരയിൽ മുഖാമുഖം നിരക്കുന്നു. തിമിലയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നത് ഇലത്താളക്കാരാണ്. കൊമ്പുകളുടെ സ്ഥാനം മദ്ദളക്കാരുടെ പിന്നിലാണ്. ഈ വാദ്യനിരയുടെ 2 അറ്റത്തുമായി തിമിലയ്ക്കും മദ്ദളത്തിനും ഇടയ്ക്ക്, അതായത് മധ്യഭാഗത്ത് തലയ്ക്കലും കാൽക്കലുമായി ഇടയ്ക്ക വായിക്കുന്നവർ നിലകൊള്ളുന്നു. ഇലത്താളക്കാരുടെ പിന്നിലാണ് ശംഖിന്റെ സ്ഥാനം. ശംഖുവിളിയോടെയാണ് പഞ്ചവാദ്യം ആരംഭിക്കുന്നത്. ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലാണ് സാധാരണയായി പഞ്ചവാദ്യം അവതരിപ്പിക്കുക. മധ്യ കേരളത്തിലാണ് പഞ്ചവാദ്യം കൂടുതലായി അവതരിപ്പിക്കുക. ഏറ്റവും പ്രശസ്തമായ പഞ്ചവാദ്യാവതരണം തൃശൂർ പൂരത്തിനാണ് നടക്കുക. മഠത്തിൽ വരവ് പഞ്ചവാദ്യം എന്നാണ് തൃശൂർ പൂരത്തിലെ പഞ്ചവാദ്യം അറിയപ്പെടുന്നത്. തൃശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികളിൽ ഒന്നായ തിരുവമ്പാടി ക്ഷേത്ര സംഘമാണ് ഇത് അവതരിപ്പിക്കുക. മറ്റൊരു പഞ്ചവാദ്യ വേദി തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിനോടനുബന്ധിച്ച് ആണ്. ഈ രംഗത്ത് പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ തിമില എന്ന വാദ്യോപകരണത്തിൽ പല്ലാവൂർ അപ്പുമാരാർ, പല്ലാവൂർ മണിയന്മാരാർ, പല്ലാവൂർ കുഞ്ഞിക്കുട്ടന്മാരാർ, തൃക്കാംപുറം കൃഷ്ണൻകുട്ടിമാരാർ, അന്നമനട പരമേശ്വരന്മാരാർ, കേളത്ത് കുട്ടപ്പന്മാരാർ, ചോറ്റാനിക്കര നന്ദപ്പന്മാരാർ, ചോറ്റാനിക്കര വിജയന്മാരാർ, കുട്ടനെല്ലൂർ രാജന്മാരാർ, കോങ്ങാട് വിജയൻ, പറക്കാട് തങ്കപ്പമാരാർ, കോങ്ങാട് മധു, ഊരമന വേണുമാരാർ, ഊരമന അജിതൻ മാരാർ, ഊരമന രാജേന്ദ്രന്മാരാർ, കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, ചോറ്റാനിക്കര സുഭാഷ്, പല്ലാവൂർ ശ്രീധരൻ.
മദ്ദളത്തിൽ തൃക്കൂർ രാജൻ, ചെർപ്പുളശ്ശേരി ശിവൻ, കുനിശ്ശേരി ചന്ദ്രൻ, പുലാപ്പറ്റ തങ്കമണി, കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ, കോട്ടയ്ക്കലെ രവി, കലാമണ്ഡലം കുട്ടിനാരായണൻ, നെല്ലുവായ ശശി ഇവരാണ്. ഇടക്കിയിലാണെങ്കിൽ തിച്ചൂർ മോഹന പൊതുവാൾ, തിരുവില്വാമല ഹരി, തിരുവാലത്തൂർ ശിവൻ എന്നിവരാണ്. കൊമ്പ് എന്ന വാദ്യോപകരണത്തിൽ പ്രശസ്തരായിട്ടുള്ളവര് ചെങ്ങമനാട് അപ്പുനായർ, മച്ചാട് ഉണ്ണിനായർ, മച്ചാട് മണികണ്ഠൻ, ഓടക്കാലി മുരളി, കുമ്മത്ത് രാമൻകുട്ടി നായർ, വരവൂർ മണികണ്ഠൻ എന്നിവരാണ്. അപ്പോൾ പഞ്ചവാദ്യം എന്ന അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടായി കാണുമെന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ നമസ്കാരം.